13 നമ്പേഴ്സിന്റെ ആവറേജ് 64 തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കും ഏതോ നമ്പർ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 നമ്പേഴ്സ്. 13 നമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ ആവറേജ് ആണ് 67. ഓക്കെ, നമുക്കറിയാമല്ലോ ഒറിജിനൽ ആവറേജിൽ നിന്നും നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിച്ചാൽ 0 ആയിരിക്കും. അതായത് ഡീവിയേഷൻ 0 കിട്ടുന്നെങ്കിൽ മനസ്സിലാക്കുക ആവറേജ് അസ്യൂംഡ് ആവറേജും യഥാർത്ഥ ആവറേജും സെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെ 64 പറഞ്ഞു 67 പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ ഡേറ്റ ഫസ്റ്റ് ഡേറ്റ -67 ചെയ്യുമ്പോൾ നമ്പർ കിട്ടും, പ്ലസ് ഈ ഡേറ്റ -67 ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടും, പ്ലസ് ഈ ഡേറ്റ -67 ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടും. അങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്ത് ഈക്വൽ ടു അതിന്റെ പ്ലസ് എല്ലാം പ്ലസ് ചെയ്യില്ല, സം ചെയ്യില്ല, ഈക്വൽ ടു എന്തായിരിക്കും ഉത്തരം? 0 ആയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, ഇത് തന്നെ പറയുന്നുണ്ട്. ആദ്യത്തെ 7 എടുത്തപ്പം 61 കിട്ടി, ലാസ്റ്റത്തെ 7 എടുത്തപ്പം 67 കിട്ടി. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, ആദ്യത്തെ 7 എന്ന് പറയുമ്പോൾ ഇപ്പൊ 1 2 3 4 5 6 7 ആദ്യത്തെ 7 പിന്നെ 7 അപ്പൊ ഇവിടെ തൊട്ടാ വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ 7 7 14 വരുന്നുണ്ട്. 13 നമ്പേഴ്സേ നമുക്കുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇപ്പൊ നോക്ക്, നമുക്ക് ഈ നമ്പേഴ്സ് അതായത് 7 ആവറേജ് 61 അല്ലേ. അപ്പൊ നമുക്കറിയാലോ ആവറേജിൽ നിന്നും നമുക്ക് ഡീവിയേഷൻ എങ്ങനെ കിട്ടും? 61 - 67. കാരണം എന്താ, ഡേറ്റ മൈനസ് ആവറേജ് ചെയ്യാവുള്ളൂ. സോ 61 - 67 ചെയ്യുമ്പോൾ നമുക്ക് -6 വരും. അങ്ങനെ അത്രയും ആദ്യത്തെ 7 നമ്പറിൽ വരുന്ന ഡീവിയേഷൻ ആണ് 6 - 6 × 7. അപ്പൊ ഇത്രയും നമ്പേഴ്സ് നമുക്ക് -6 × 7 ഇത്രയാണ് ഇത്രയും നമ്പർ വരുന്ന ഡീവിയേഷൻ. ഇനി ഇത്രയും നമ്പർ വരുന്ന ഡീവിയേഷൻ എങ്ങനെ മനസ്സിലാക്കാം? 65 - 67 × 7. 65 - 67 നമ്മുടെ ഡേറ്റ മൈനസ് നമ്മുടെ ആവറേജ്, അല്ലെങ്കിൽ അസ്യൂംഡ് ആവറേജ് റിയൽ ആവറേജാ. സോ -2 × 7 ഇതിന്റെ -56 എന്ന് കിട്ടും. ഡീവിയേഷൻ 0 ആയിരിക്കും, പക്ഷെ നമുക്കിവിടെ -56 വന്നിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഈ നമ്പർ -67 പ്ലസ് ഈ നമ്പർ -67 പ്ലസ് അങ്ങനെ ചെയ്താൽ നമുക്ക് 0 കിട്ടും. പക്ഷെ ഇവിടെ -57 വന്നു. എന്തുകൊണ്ടായിരിക്കും അത്? അതിനുള്ള ഏക സാധ്യത ഈ ഒരു നമ്പറിനെ നമ്മൾ ഓവർലാപ്പ് ചെയ്തിരിക്കുക. അതായത് ഇയാളെ നമ്മൾ 2 വട്ടം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം -57 നമുക്ക് വന്നിരിക്കുന്നത് ഈ 7th നമ്പറിന്റെ ഡീവിയേഷൻ ആണ്. അതായത് 7th നമ്പർ -67 7th നമ്പർ -67 ചെയ്തതുകൊണ്ടാണ് നമുക്ക് -56 വന്നത്. നമ്മൾ 2 വട്ടം ചെയ്തു. ഇത് നമ്മൾ 2 വട്ടം ഈ ഒരു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? ഒരു -56 വന്നത്. ഇങ്ങനെ വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ 0 കിടക്കത്തുള്ളൂ. സോ -56 ആയിക്കോട്ടെ, ഏത് ഡേറ്റ് ആയിക്കോട്ടെ, അത് വന്ന് ഇങ്ങനെ കിടക്കുന്നതിന് കാരണം ആ 7th നമ്പർ ഡീവിയേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് 7th നമ്പർ കിട്ടുമല്ലോ. 7th നമ്പർ = 67 67 - 56 = 11 എന്നാണ് നമ്മുടെ ഉത്തരം വരിക. ഓക്കെ, അടുത്ത വേറെ ക്വസ്റ്റ്യൻ ആണ്. 35 നമ്പേഴ്സിന്റെ ആവറേജ് നമുക്ക് 22 വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ 17 പേരുടെ 19 ആണ്. പിന്നത്തെ 17 പേര്, ലാസ്റ്റ് കാണുന്ന 17 പേർക്ക് 20 ആണ്. 17 ഒന്ന് കൂട്ടി നോക്കുക, നമുക്ക് എത്ര വരുന്നുള്ളൂ? 34 വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് 35 നമ്പേഴ്സ് ഉണ്ട്. അതിനർത്ഥം എന്താ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇപ്പൊ ഞാൻ ആ ഒരു 35 എല്ലാം എഴുതുന്നില്ല. സോ അതായത് ആദ്യത്തെ 17 എടുക്കും, ലാസ്റ്റത്തെ 17 എടുക്കുമ്പോൾ 19ാമത്തെ നമ്പർ കൂട്ടാ, 18ാമത്തെ നമ്പറിനെ കൂട്ടിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു ഒരു നമ്പറിനെ 2 വട്ടം കൂട്ടിയായിരുന്നു. ഓക്കെ, ഇവിടെ 18ാമത്തെ നമ്പറിനെ കൂട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് ഇത്രയും നമ്പർ ഉണ്ട് നമുക്ക്. അതിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ 35 നമ്പറും എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയിരുന്നു? 22. അതായത് 35 നമ്പറുടെയും ആക്ച്വൽ ആവറേജ് 22 ആണ്. അതായത് ഓരോ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറുകൾ, അതായത് ആ ഡേറ്റകൾ, ഒരു 35 ഡേറ്റകൾ ഉണ്ടാവും. 35 ഡേറ്റകൾ ഫസ്റ്റ് ഡേറ്റ എടുക്കുന്നു, ആ ഡേറ്റ -22 ചെയ്യുന്നു, പ്ലസ് അടുത്ത രണ്ടാമത്തെ ഡേറ്റ എടുക്കുന്നു, ആ ഡേറ്റ -22 ചെയ്യുന്നു, പ്ലസ് അങ്ങനെ നമ്മൾ ചെയ്തു പോയാൽ 0 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 17 പേരുടെയാണ് 34. അപ്പൊ ആദ്യത്തെ 17 പേരുടെ ഡീവിയേഷൻ എങ്ങനെ കിട്ടും? 19 - 22 19 - 22 എത്ര കിട്ടും? -3 കിട്ടും. അങ്ങനെ 17 പേര്, അതാണ് ഇത്രയും പേരുടെ ഡീവിയേഷൻ. ഈ 7 പേര്, ലാസ്റ്റ് 17 പേരുടെ ഡീവിയേഷൻ എങ്ങനെ കിട്ടും? സെയിം പ്രൊസീജിയർ. ലാസ്റ്റ് 17 പേരുടെ എങ്ങനെ കിട്ടും? 20 - 22 × 70. സോ അത്ര കിട്ടും നമുക്ക് 20 - 22, സോ -2 × 17. സോ ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ രണ്ടുപേരുടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 17 കോമൺ എടുത്താൽ ഇയാളെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ഇയാളെ മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് ഒട്ടടിക്കുക, അങ്ങനെ ചെയ്യാം. 17 നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിങ്ങനെ ആയതുകൊണ്ട് 17 തന്നതുകൊണ്ട്. സോ ഇപ്പോൾ മൊത്തത്തിലുള്ള ഡീവിയേഷൻ -75 ആണ്. നമുക്കിപ്പോൾ മനസ്സിലായില്ലേ, ഡീവിയേഷൻ 0 വരാവുള്ളൂ. പക്ഷെ ഇവിടെ -75 വന്നിരിക്കുന്നു. അതിനുള്ള കാരണം എന്താ? അവിടുത്തെ കാരണം ഒരു നമ്പറിനെ എക്സ്ട്രാ ആഡ് ചെയ്താൽ, ഇവിടുത്തെ കാരണം ഒരു നമ്പറിനെ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഈ നമ്പറിനെ കൂടെ ആഡ് ചെയ്താലേ നമുക്ക് 0 വരും. അതായത് 18ാമത്തെ ടേം എന്ത് വരണം? 85 വരണം. കാരണം ഈ നമ്പറിന്റെ ഡീവിയേഷൻ കൂടെ -75 ഓൾറെഡി വന്നിരിക്കും. അതിന്റെ കൂടെ ഈ നമ്പറിന്റെ ഡീവിയേഷൻ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 വരും. 18ാമത്തെ ഈ നമ്പറിന്റെ ഡീവിയേഷൻ നമുക്ക് എത്ര തരണം? 85 നമുക്ക് തരണം. സോ 85 + 22 = 107 എന്ന് കിട്ടും. സോ രണ്ട് കേസാണ് ഇവിടുത്തെ കാരണം. അതായത് ഇപ്പം നമ്മൾ ഒരു ഡീവിയേഷൻ, ആക്ച്വൽ ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 35 നമ്പറിന് 22 ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ഡീവിയേഷൻ 0 വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടല്ലോ. ഇവിടുത്തെ കാരണം ഒരു നമ്പറിനെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതേസമയം അപ്പുറത്ത് നോക്ക്, ഈ കേസിൽ നമുക്ക് -56, അതായത് ഡീവിയേഷൻ 0 വരണം. പക്ഷെ ഇവിടെ -56 വന്നിരിക്കുന്നത്, ഡീവിയേഷൻ 0 വന്നിട്ടില്ല. അതിനർത്ഥം എന്തുവാ?
0 ആയിരുന്നു വരേണ്ടത്, അതിന്റെ കൂടെ ഒരു -56 കൂടി ഇങ്ങനെ വന്ന് കിടക്കുക. അപ്പൊ അതിനർത്ഥം എന്താ, ഈ -56 വരാനുള്ള കാരണം അതെന്തുകൊണ്ടാണ്? ഏഴാമത്തെ നമ്പറിന്റെ ഡീവിയേഷൻ ആണ് -56. അതായത് ഏഴാമത്തെ നമ്പർ ഒരു ആഡ് ചെയ്തല്ലോ, ആ ഏഴാമത്തെ നമ്പർ രണ്ടുവട്ടം ചെയ്തല്ലോ, ഓൾറെഡി 0 ആയി കിടന്നു. അതിന്റെ കൂടെ ഏഴാമത്തെ നമ്പറിന്റെ ഡീവിയേഷൻ ആണ് -56. അതായത് ഏഴാമത്തെ നമ്പറിന്റെ ഡീവിയേഷൻ ആണ് -56. അതിൽ നിന്ന് നമുക്ക് കിട്ടും.